Good morning, students. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് DBMS സിസ്റ്റം എൻവയോൺമെന്റിനകത്ത് DBMS കമ്പോണന്റ് മൊഡ്യൂൾസിനകത്തെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് വരുന്ന കമ്പോണന്റ് വരികയായിരുന്നു. അടുത്തതാണ് പ്രീ കമ്പൈലർ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ വരെ നമ്മൾ എന്താ പറഞ്ഞത്? ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന യൂസേഴ്സ് ആണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. അത് ജാവ, CPP പോലുള്ള ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആകാം. ഇനി അടുത്ത കമ്പോണന്റ് ആണ് പ്രീ കമ്പൈലർ എന്ന് പറയുന്നത്. The pre-compiler extracts DML commands from an application program written in a host programming language. അപ്പോൾ പ്രീ കമ്പൈലർ എന്ന് പറയുന്ന കമ്പൈലർ ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സിനകത്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എഴുതുന്ന പ്രോഗ്രാമിനകത്ത് വരുന്ന DML കമാൻഡ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് പ്രോഗ്രാം എഴുതുന്നത് ജാവയ്ക്കകത്തോ CPP ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അതിനകത്ത് അവര് നമ്മുടെ കൊറീസ് യൂസ് ചെയ്തിട്ട് കാണും. ഇൻസേർട്ട് ഇൻറ്റോന്നോ അല്ലെങ്കിൽ ക്രിയേറ്റ് കൊറിയോ അല്ലെങ്കിൽ അപ്ഡേറ്റ് കൊറിയോ ഡിലീറ്റ് കൊറിയോ ഏത് കൊറി വേണമെങ്കിലും വരാം. അങ്ങനെയുള്ള DML കമാൻഡ്സുകൾ കണ്ടുപിടിച്ച് എക്സ്ട്രാക്ട് ചെയ്ത് വേർതിരിക്കുന്ന ആളാണ് ആര്? പ്രീ കമ്പൈലർ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് DML കമ്പൈലർ എന്ന് പറയുന്നത്. പ്രീ കമ്പൈലർ കഴിഞ്ഞു വരുന്നതാണ് DML കമ്പൈലർ എന്ന് പറയുന്ന കമ്പോണന്റ്. These commands are sent to the DML compiler for compilation into object code for database access. The rest of the program is sent to the host language compiler. The object codes for DML commands and the rest of the program are linked, forming a canned transaction whose executable code includes calls to the runtime database processor. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ DML കമ്പൈലർ ചെയ്യുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചുള്ള പ്രോഗ്രാമും കാണും, അതിനകത്ത് തന്നെ നമ്മുടെ DBMSുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള DML കമാൻഡ്സും കാണും. അപ്പോൾ ഈ DML കമാൻഡ്സിനെ നമ്മുടെ പ്രീ കമ്പൈലർ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ബാക്കി വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തെ കമ്പൈലർ യൂസ് ചെയ്തിട്ടായിരിക്കും അതും കമ്പൈൽ ചെയ്യുന്നത്. ആ വരുന്ന ഒബ്ജക്റ്റ് കോഡിനെയും നമ്മുടെ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഈ ഒരു DML കമാൻഡ്സുകളെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് മൊത്തത്തിലുള്ള വർക്കിംഗ് കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ DML കമ്പൈലർ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പാരാമെട്രിക് യൂസേഴ്സ് എന്ന് പറയുന്നത്. Canned transactions are executed repeatedly by parametric users who simply supply the parameters to the transactions. Each execution is considered to be a separate transaction. An example is a bank withdrawal transaction where the account number and the amount may be supplied as parameters. Parametric users ട്രാൻസാക്ഷൻ വഴിയാണ് നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അവരെന്തെങ്കിലും ഒരു സ്പെസിഫിക് പാരാമീറ്റർ പാസ് ചെയ്യുന്നത് വഴിയായിരിക്കും നമ്മൾ ട്രാൻസാക്ഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിന് എക്സാമ്പിൾ ആണ് ക്യാൻ ട്രാൻസാക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന നോക്കി, നമ്മുടെ ഒരു ബാങ്കിൽ നിന്നും എമൗണ്ട് വിഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ ചെക്ക് ചെയ്യുകയോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ആ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നത് വഴി, അതായത് ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡേറ്റാബേസിനെ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് പാരാമെട്രിക് യൂസേഴ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടുള്ള ലോവർ പാർട്ടാണ്. ഇപ്പൊ ലോവർ പാർട്ടിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ ഡേറ്റാബേസിനകത്ത് ഡേറ്റയുടെ സ്റ്റോറേജും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലോവർ പാർട്ടിനകത്ത് വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പോണന്റ് ആണ് റൺ ടൈം ഡേറ്റാബേസ് പ്രൊസസർ എന്ന് പറയുന്നത്. The runtime database processor executes the privileged commands, the executable query plans and the canned transactions with the runtime parameters. അപ്പൊ runtime database processor ഇന്റഗ്രേറ്റ് ചെയ്യുന്ന 3 കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, DBA സ്റ്റാഫ് നൽകുന്ന പ്രിവിലേജ്ഡ് കമാൻഡ്സ്, അതായത് DDL കമ്പൈലർ വഴി കിട്ടുന്ന റിക്വസ്റ്റുകളാണ് പ്രിവിലേജ്ഡ് കമാൻഡ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ ഡേറ്റകളെ എന്തൊക്കെ ടൈപ്പിൽ ആർക്കൊക്കെ കൊടുക്കണം, ആർക്കൊക്കെ എന്തൊക്കെ പെർമിഷൻസ് കൊടുക്കണം എന്നൊക്കെ ഉള്ള കാര്യം തീരുമാനിക്കുന്നത് DB എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യം ഒന്നാമതായിട്ടും എവിടെ എത്തുന്നു? റൺ ടൈം ഡേറ്റാബേസ് പ്രൊസസറിനകത്ത് എത്തുന്നു. അതിനുശേഷം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടബിൾ ക്വറി പ്ലാൻസ്, നമ്മുടെ കാഷ്വൽ എൻഡ് യൂസേഴ്സ് കൊടുക്കുന്ന റിക്വസ്റ്റ് ആയിട്ടുള്ള ക്വറികളെല്ലാം പ്രോസസ് ചെയ്ത് എവിടെ കിട്ടുന്നു? റൺ ടൈം ഡേറ്റാബേസ് പ്രൊസസറിനകത്ത് കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു യൂസർ ആയിട്ടുള്ള പാരാമെട്രിക് യൂസേഴ്സ് പാസ് ചെയ്യുന്ന
ട്രാൻസാക്ഷൻസിന് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം എവിടെ കിട്ടുന്നു, ആ പാരാമീറ്റേഴ്സ് എല്ലാം എവിടെ കിട്ടുന്നു, നമ്മുടെ റൺ ടൈം ഡേറ്റാബേസ് പ്രൊസസറിന് കിട്ടുന്നു. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് റൺ ടൈം ഡേറ്റാബേസ് പ്രൊസസർ എന്ന് പറയുന്നത്. അതായത് ഒറിജിനലായിട്ട് നമ്മൾ ഡേറ്റാബേസിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിസ്ക് എന്ന് പറയുന്ന ഫിസിക്കൽ സ്റ്റോറേജിനകത്താണ്. അപ്പൊ ആ ഫിസിക്കൽ സ്റ്റോറേജുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ് റൺ ടൈം ഡേറ്റാബേസ് പ്രൊസസർ എന്ന് പറയുന്നത്. അപ്പൊ യൂസർ വഴി പല പല യൂസേഴ്സ് ഇന്ററാക്ട് ചെയ്യുന്ന ഇന്റർഫേസിൽ നിന്നും അവരുടെ റിക്വസ്റ്റുകളെല്ലാം കൂടെ കളക്ട് ചെയ്ത് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഡിസ്കിനകത്ത് നിന്നും ഡേറ്റാനെ ആക്സസ് ചെയ്യുന്ന പ്രൊസസറാണ് ആര്, റൺ ടൈം ഡേറ്റാബേസ് പ്രൊസസർ എന്ന് പറയുന്നത്. അടുത്ത സിസ്റ്റം കാറ്റലോഗ് എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. ഇറ്റ് വർക്ക്സ് വിത്ത് ദ സിസ്റ്റം കാറ്റലോഗ് ആൻഡ് മേ അപ്ഡേറ്റ് ഇറ്റ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ നമ്മുടെ റൺ ടൈം ഡേറ്റാബേസ് പ്രൊസസർ ആരുമായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, സിസ്റ്റം കാറ്റലോഗുമായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, സിസ്റ്റം കാറ്റലോഗിനകത്താണ് മെറ്റാഡേറ്റ ഉള്ളത്. അതായത് ഏതൊക്കെ ഡേറ്റകൾ എവിടേക്കാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് സിസ്റ്റം കാറ്റലോഗിനകത്തുള്ളത്. അപ്പൊ അവിടെ ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഏതൊക്കെ ഡേറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്തെന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യം കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മുടെ റൺ ടൈം ഡേറ്റാബേസ് പ്രൊസസർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു കമ്പോണന്റ് ആണ് ഏത്, സ്റ്റോർഡ് ഡേറ്റ മാനേജർ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ വർക്ക്സ് വിത്ത് ദ സ്റ്റോർഡ് ഡേറ്റ മാനേജർ വിച്ച് ഇൻ ടേൺ യൂസസ് ബേസിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് ഫോർ ക്യാരിങ് ഔട്ട് ലോ ലെവൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ബിറ്റ്വീൻ ദ ഡിസ്ക് ആൻഡ് മെയിൻ മെമ്മറി. അപ്പൊ സ്റ്റോർഡ് ഡേറ്റ മാനേജറുടെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ്, ഡിസ്കിനകത്ത് നിന്നും ആക്സസ് ചെയ്യുന്ന ഡേറ്റാനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് സ്റ്റോർഡ് ഡേറ്റ മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മുടെ ഡിസ്കിൽ നിന്നും റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള ആക്സസും കൂടെ നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു, നമ്മുടെ ഡേറ്റാബേസിനകത്തെ പ്രൊസസറിന് നമ്മൾ കൊടുക്കുകയാണ് സ്റ്റോർഡ് ഡേറ്റ മാനേജറുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കുന്നത് വഴി. അപ്പൊ OSന്റെ സർവീസും കൂടെ പ്രൊവൈഡ് ചെയ്യിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. The runtime database processor handles other aspects of data transfer such as management of buffers in the main memory. Some DBMs have their own buffer management module while others depend on the OS for buffer management. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. We have shown concurrency control and backup and recovery system separately as a module in this figure. They are integrated into the working of the runtime database processor for purposes of transaction management. അടുത്തായിട്ട് വരുന്ന ഒരു കമ്പോണന്റ് ആണ് കൺകറൻസി കൺട്രോൾ ആൻഡ് ബാക്കപ്പ് ആൻഡ് റിക്കവറി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മൾട്ടി യൂസർ സിസ്റ്റം ആണ്. അറ്റ് എ ടൈമിൽ തന്നെ ഒന്നിലധികം യൂസേഴ്സ് ആ DBMsനെ ആക്സസ് ചെയ്യാം. അപ്പൊ ഒരേ ഡേറ്റ തന്നെ ഒന്നിലധികം യൂസേഴ്സ് ആക്സസ് ചെയ്താലും അവിടെ മറ്റ് ഡിലേയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡേറ്റാബേസിന്റെ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ആ DBMsനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൺകറൻസി കൺട്രോൾസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കപ്പ് റിക്കവറി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡേറ്റാബേസിനകത്ത് ഡേറ്റയ്ക്ക് നമ്മളൊരു കോപ്പി എടുത്ത് വെക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ബാക്കപ്പ് എടുത്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാക്കപ്പ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായാൽ റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് റിക്കവറി സിസ്റ്റംസും യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടിയാണ് നമ്മുടെ ലോവർ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനിയാണ് ഫിഗർ തന്നിരിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ സിസ്റ്റം എൻവയോൺമെന്റിനകത്ത് DBMS സിസ്റ്റം എൻവയോൺമെന്റിന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. 2 ലെയർ ആണ് നമ്മൾ പറഞ്ഞു, അപ്പർ ലെയറും അല്ലെങ്കിൽ ടോപ്പ് ലെയറും ലോവർ ലെയറും. ആദ്യമേ നമുക്ക് അപ്പർ ലെയർ നോക്കാം. നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ ആദ്യമേ തന്നെ നോക്കിക്കേ, ഡിഫറെന്റ് ടൈപ്സ് യൂസേഴ്സ് ആണ് ആദ്യമേ തന്നെ തന്നിരിക്കുന്നത്. DBA സ്റ്റാഫ് ഉണ്ട്, കാഷ്വൽ യൂസേഴ്സ് ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാരാമെട്രിക് യൂസേഴ്സ് ഉണ്ട്. ആദ്യം നമ്മൾ എടുക്കുന്നത് DBA സ്റ്റാഫ് ആണെന്ന് വിചാരിക്കുക. DBA സ്റ്റാഫിന്റെ ഡ്യൂട്ടി എന്താണ്, നമ്മുടെ ഡേറ്റാബേസിനകത്തുള്ള ഡേറ്റകളെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. DDL സ്റ്റേറ്റ്മെന്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റാബേസിനകത്തെ ഡേറ്റകളെ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഓരോ ഡിഫറെന്റ് യൂസേഴ്സിനും ഏതൊക്കെ പെർമിഷൻസ് കൊടുക്കണം, എന്തൊക്കെ ടൈപ്പിലുള്ള ഡേറ്റയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരാണ് DBA സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ DBA സ്റ്റാഫ് കൊടുക്കുന്ന ഡെഫിനിഷൻസിനെ എല്ലാം കമ്പൈൽ ചെയ്യുന്ന ആളാണ് DDL കമ്പൈലർ എന്ന് പറയുന്നത്. അതായത് കറക്റ്റ് ഫോമിൽ ആക്കുന്ന ആളാണ് DDL കമ്പൈലർ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്, സിസ്റ്റം കാറ്റലോഗ് അല്ലെങ്കിൽ ഡേറ്റ ഡിക്ഷണറിക്കകത്താണ് ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഡേറ്റകളെ പറ്റിയുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു സെക്ഷനാണ് സിസ്റ്റം കാറ്റലോഗ് എന്ന് പറയുന്നത്. ഇനി
അടുത്ത ടൈപ്പ് യൂസർ ആണ് ഏത്? കാഷ്വൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. കാഷ്വൽ യൂസേഴ്സ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഈ കാഷ്വൽ എൻഡ് യൂസേഴ്സ് നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ അവർ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എങ്ങനെ? കൊറി എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അവർ കൊടുക്കുന്ന റിക്വസ്റ്റിന് പറയുന്ന പേരാണ് കൊറി എന്ന് പറയുന്നത്. അപ്പൊ ഈ കൊറീനെ കറക്റ്റ് ഫോമിലാണോ, അതിനകത്ത് എറർ ഉണ്ടോ, സിന്റാക്സ് ഒക്കെ കറക്റ്റ് ആണെന്നൊക്കെ ഉള്ള കാര്യം ചെക്ക് ചെയ്യുന്ന ഒരു കമ്പൈലർ ആണ് കൊറി കമ്പൈലർ എന്ന് പറയുന്നത്. ഇനി കൊറി ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞാലോ, കറക്റ്റ് ഫോമിലായിട്ടുള്ള ഈ കൊറീനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണ് ആര്? കൊറി ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? നമ്മുടെ സിസ്റ്റം കാറ്റലോഗുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കൊറി ഒപ്റ്റിമൈസറും നിൽക്കുന്നത്. ഇനി അടുത്ത ടൈപ്പ് യൂസർ ആണ് ഏത്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വഴി നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന യൂസേഴ്സ് ആണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ഡിഫൈൻ ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ജാവയിലോ സിഒ CPP അങ്ങനെയുള്ള ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രോഗ്രാം റൈറ്റ് ചെയ്യാം. ഇനി അടുത്ത പ്രീ കമ്പൈലർ എന്ന് പറഞ്ഞാലോ, അവർ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിനകത്തു നിന്നും നമ്മുടെ DML കമാൻഡ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആളാണ് പ്രീ കമ്പൈലർ എന്ന് പറഞ്ഞാൽ. ഇനി അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു കോഡും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനകത്ത് ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് എഴുതിയ കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് അവിടുത്തെ കമ്പൈലർ കമ്പൈലും ചെയ്ത് ഒബ്ജക്റ്റ് കോഡ് ആക്കി മാറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒബ്ജക്റ്റ് കോഡും ഈ DML കമാൻഡ്സിന്റെ ഒബ്ജക്റ്റ് കോഡും തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ DML കമ്പൈലർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പാരാമെട്രിക് യൂസേഴ്സ് എന്ന് പറയുന്നത്. പാരാമെട്രിക് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്പെസിഫിക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്തിട്ടുണ്ട് ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന യൂസേഴ്സ് ആണ് പാരാമെട്രിക് യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു അപ്പർ ലെയറിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ലോവർ ലെയറിലോട്ട് പോകുമ്പോൾ അവിടെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ ഡേറ്റാബേസിന്റെ ഫിസിക്കൽ സ്റ്റോറേജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ടും ട്രാൻസാക്ഷൻസിന്റെ പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ടുമാണ് ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന ഒരാളാണ് റൺ ടൈം ഡേറ്റാബേസ് പ്രോസസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സറാണ് ഈ കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്. ഈ വരുന്ന റിക്വസ്റ്റുകളെല്ലാം കറക്റ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് കൊടുക്കുന്ന ആളാണ് റൺ ടൈം ഡേറ്റാബേസ് പ്രോസസർ എന്ന് പറയുന്നത്. അതായത് DBA സ്റ്റാഫിൽ നിന്ന് വരുന്ന പ്രിവിലേജർ കമാൻഡ്സും അതുപോലെ തന്നെ കാഷ്വൽ യൂസേഴ്സ് നിന്ന് വരുന്ന കൊറീസ്, പാരാമെട്രിക് അതുപോലെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്നൊക്കെ വരുന്ന റിക്വസ്റ്റുകളും ട്രാൻസാക്ഷൻസിനും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അതുപോലെ തന്നെ സിസ്റ്റം കാറ്റലോഗിനകത്ത് നിന്നും ഡേറ്റകളെ പിക്ക് ഔട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് റൺ ടൈം ഡേറ്റാബേസ് പ്രോസസർ എന്ന് പറയുന്നത്. അതുകൂടാതെ അതിനകത്ത് വരുന്ന വേറൊരാളാണ് ആര്? സ്റ്റോർഡ് ഡേറ്റ മാനേജർ എന്ന് പറയുന്നത്. സ്റ്റോർഡ് ഡേറ്റ മാനേജറിനകത്ത് എങ്ങനെയാണ്? ഡിസ്കിനകത്ത് എന്താണ് നമ്മൾ ഡിസ്ക് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ട് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഈ സ്റ്റോർഡ് ഡേറ്റാബേസ് എന്ന് പറയുന്ന ഡിസ്ക്. ആ ഡിസ്കിൽ നിന്നും റീഡ് റൈറ്റ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് സ്റ്റോർഡ് ഡേറ്റ മാനേജർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ OS ആണ് ഈ ഡിസ്കിൽ നിന്നും റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള OSന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് സ്റ്റോർഡ് ഡേറ്റ മാനേജർ എന്ന് പറയുന്നത്. ഈ ആളും ആരുമായിട്ട് കമ്പൈൻ ചെയ്താണ് വർക്ക് ചെയ്യുന്നത്? റൺ ടൈം ഡേറ്റാബേസ് പ്രോസസറുമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ കിട്ടുന്ന റിക്വസ്റ്റുകളെല്ലാം നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് ഏത്? കൺകറൻസി കൺട്രോള്, ബാക്കപ്പ്, റിക്കവറി, സബ് സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ടാണ്? മൾട്ടിപ്പിൾ യൂസേഴ്സ് ഒരു ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുമ്പോൾ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും സിസ്റ്റം ഫെയിൽ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കോപ്പി സൂക്ഷിക്കാൻ വേണ്ടി ബാക്കപ്പും, ഇനി ഫെയിൽ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്കവറി സിസ്റ്റംസും കൂടിയുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടും പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഡേറ്റാബേസിന്റെ ഫിസിക്കൽ സ്റ്റോറേജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷൻസും പ്രോസസ് ചെയ്യുന്നത്, ഓരോ യൂസറിൽ നിന്നും വരുന്ന റിക്വസ്റ്റുകൾ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നുള്ള കാര്യങ്ങളുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഡേറ്റാബേസിനകത്ത് അല്ലെങ്കിൽ DBMSനകത്തെ കമ്പോണന്റ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്.